കോളേജ് സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഇനി കോളേജിൽ ഷൈൻ ചെയ്യാനായിട്ട് വലിയ വലിയ എക്സ്പെൻസീവ് പ്രൊഡക്ട്സിന്റെ ഒന്നും ആവശ്യമില്ല. ഈ കുട്ടി കുട്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് മാത്രം ഫോളോ ചെയ്താൽ മതിയാവും. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം എന്നെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരു ബേസിക് ആയിട്ട് ഒരു മേക്കപ്പ് ലുക്ക് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. ഈ ഒരു ലുക്ക് ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് വേഗം ഓടിപ്പോവാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസിന് പറ്റിയിട്ടുള്ള വളരെ മിനിമൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മേക്കപ്പ് എല്ലാം തന്നെ ബേസിക്കോ അഡ്വാൻസ്ഡോ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ സ്കിൻ കെയർ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും അല്ല ഒരു ടീനേജിലുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം ശ്രദ്ധിച്ചേക്കുക. സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പിന്നീടാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 16+ ഏജ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ആ ഒരു ടൈമിലെങ്കിലും നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങുക. ബേസിക് ആയിട്ട് ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനും ഫസ്റ്റ് തുടങ്ങാൻ പോകുന്നത് സ്കിൻ കെയർ എന്നാണ്. കാരണം നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് ഈ പെയിൻറ്ററിൻ്റെ കയ്യിലുള്ള ക്യാൻവാസ് പോലെയാണ്. ക്യാൻവാസ് വൃത്തിയായിട്ട് ഉണ്ടായെങ്കിലാണ് നമുക്ക് മേക്കപ്പ് ഒക്കെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്ന് നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മേക്കപ്പ് ചെയ്തില്ലെങ്കിലും പുറത്ത് പോകാനായിട്ടൊരു ധൈര്യം കിട്ടും. അതുകൊണ്ട് തന്നെ സ്കിൻ ഇപ്പോഴത്തെ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് വേറെ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. നമുക്കിനി മോയ്സ്ചറൈസറിലോട്ട് കിടക്കാം. ഓക്കെ, ഫേസ് വാഷിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് കറക്റ്റായിട്ട് മാച്ച് ആവുന്ന മോയ്സ്ചറൈസർ വേണം. അല്ലെങ്കിൽ മോയ്സ്ചറൈസർ മാത്രമല്ല മറ്റെന്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഫോക്സ്ടെയിലിൻ്റെ സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ നൈസിഡിമൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ മോയ്സ്ചറൈസേഴ്സ്, അതായത് ഇപ്പോൾ വിറ്റാമിൻ സി, നൈസിഡിമൈഡ്, ഹൈലറോണിക് ആസിഡ് ഇങ്ങനെയുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇഷ്യൂവിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സ്കിന്നിൽ ഈ പിമ്പിൾസിൻ്റെ മാർക്സ് ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട് എന്നൊക്കെയാണെങ്കിൽ ഇങ്ങനെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു 18+ ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ അതിനും താഴെയായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതിയാവും. ഓക്കെ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡോട്ട് ആൻഡ് കീയുടെ SPF 50 അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് സൺസ്ക്രീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ SPF 50 അടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ SPF 50 അല്ലെങ്കിൽ മേലെയുള്ള സൺസ്ക്രീൻസ് എല്ലാം തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണ്. നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരുന്നേ പറ്റുള്ളൂ സണ്ണിൽ നിന്നും. അല്ലെങ്കിൽ നമുക്ക് UV റേസ് കാരണം ടാനിങ് വരിക, മറ്റ് പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, കുറേ കാലഘട്ടം കഴിയുമ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഈ ടാനിങ് എല്ലാം വന്നിട്ടാണ് നമ്മുടെ സ്കിൻ ടോൺ എല്ലാം തന്നെ ഡാർക്ക് ടോൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ഫെയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഡാർക്കായിട്ട് മാറുന്നത് ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ നമ്മുടെ സ്കിൻ ചിലപ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് മാറിയേക്കാം. അതിന് കാരണം നമ്മൾ സൺസ്ക്രീൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. സൺസ്ക്രീൻ എടുക്കുമ്പോൾ ഈ ഒരു കോയിൻ സൈസ് എമൗണ്ടിൽ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് 2 ഫിംഗർ റൂൾ എന്ന് പറയും. നമ്മുടെ ഫിംഗേഴ്സിൽ മൊത്തം ഇതുപോലെ അപ്ലൈ ചെയ്യുക കേട്ടോ. ആൻഡ് ഈ ഒരു സൺസ്ക്രീൻ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ് കേട്ടോ. നമ്മളൊരു കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 10 to 15 മിനിറ്റുള്ളിൽ റെഡി ആയി പോകണ്ടേ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഇതിങ്ങനെ ഒഴുകി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും ലൂസ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ലൊരു ഗ്ലോ കണ്ടില്ലേ. സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ കാണുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് മാത്രം പുറത്ത് പോകാനായിട്ട് നോക്കുക. ഈഫ് നമ്മുടെ സൺലൈറ്റ് ഭയങ്കര കൂടുതലായിട്ടുള്ള സമയത്താണ് നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രം ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BB ക്രീംസ് ഒക്കെ ട്രൈ ചെയ്യാം. സ്കൂൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് എല്ലാം ആവശ്യം സ്കിൻ കെയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീനിന് ശേഷം നിങ്ങൾക്ക് ലൂസ് പൗഡർ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്.
അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് എന്തിനാണ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ അതല്ലാതെ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യും. കോമ്പാക്ട് പൗഡർ ആകുമ്പോൾ കുറച്ചെങ്കിലും ഒരു കവറേജ് കിട്ടും. അതുകൊണ്ടാണ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ കോമ്പാക്ട് പൗഡർ ആണ്. നിങ്ങൾക്ക് ഏത് കോമ്പാക്ട് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കോമ്പാക്ട് പൗഡർ തന്നെ വേണമെന്നില്ല, ലൂസ് പൗഡർ ട്രൈ ചെയ്യാവുന്നതാണ്. ബനാന പൗഡർ കിട്ടും നമുക്ക്. ഇൻസൈറ്റ് കോസ്മെറ്റിക്സിന്റെ ബനാന പൗഡർ കുറച്ച് നല്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡർ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. കുറച്ച് പ്രോഡക്റ്റ് എടുക്കുക, നന്നായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ ഏത് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിലും ഒരുപാട് നമുക്ക് ഒരു പുട്ടിയടിച്ച എഫക്റ്റ് അല്ലെങ്കിൽ പൗഡറൊക്കെ ഇട്ട് ഉള്ളൊരു എഫക്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് കവറേജും തരും. അതേസമയം നമ്മുടെ സ്കിന്നിൽ ഒരുമാതിരി ബൾക്കി ആയിട്ടുള്ളൊരു ഫീലിംഗ് വരില്ല. നമുക്ക് എന്തോ വലിയ പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്തിട്ട് തോന്നില്ല. ഇതുപോലെ ടെസ്റ്റപ്പ് ചെയ്തിട്ട് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് എൻ്റെ ഫേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഫേസ് ഒന്ന് അട്രാക്റ്റീവായിട്ട് ഡിഫൈൻ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വെറൈറ്റി ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, ഒന്ന് യൂണിക്കായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക കോളേജിലേക്ക് പോകുന്ന സമയത്ത്. കാരണം ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഡിഫൈൻ ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഐബ്രോസ് ഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ കാജലൊക്കെ യൂസ് ചെയ്യാനായിട്ട്, കാജൽ അല്ലെങ്കിൽ നമുക്ക് ഐലൈനേഴ്സ് യൂസ് ചെയ്യാം. നമ്മുടെ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ മസ്കാര യൂസ് ചെയ്യാം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചുകൂടി ഡിഫൈൻ ആയിട്ട് കാണാൻ പറ്റും. കാണുന്ന ആൾക്കാർക്ക് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒന്ന് അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് ഫെലൈൻ ഫ്ലിക്ക് ലൈനർ ആണ്. ഇത് കുറച്ചും കൂടി ഒരു എക്സ്പെൻസീവ് ആണ്. പക്ഷെ എന്നാലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐലൈനർ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു മസ്റ്റ് ബൈ ഓപ്ഷൻ തന്നെ ആയിരിക്കും. കാരണം നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്യാതെ ഇത് പോവില്ല. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സ്മച്ച് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഇത് വെച്ച് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ലൈനർ ഒന്ന് വരച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഐസ് ആൻഡ് ലിപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഐസ് ഒന്ന് ഡിഫൈൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ലിപ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ സ്കൂളുകാർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് ലിപ്പ് ഓയിൽ ട്രൈ ചെയ്യാം. കുറച്ച് ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ്പ് ഓയിൽസ് നിങ്ങൾക്ക് വാങ്ങി ട്രൈ ചെയ്യാവുന്നതാണ്. ലിപ്പ് ഓയിൽ ആകുമ്പോൾ നമുക്ക് ആ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അതേസമയത്ത് നമുക്കൊരു പിങ്ക് ടിൻറ്റ് അതിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലിപ്പ് ഓയിൽ ട്രൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ലിപ്പ് ഗ്ലോസ് ട്രൈ ചെയ്യാവുന്നതാണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ്പ് ബാംസ് ട്രൈ ചെയ്യാം. നിങ്ങൾ വേറെ ചെയ്യുന്ന ഡ്രസ്സുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് ലിപ്പ് ഗ്ലോസ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഏത് വേണമെങ്കിലും മാറി മാറി ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ 2 പ്രോഡക്ട്സ് ആണ് കേട്ടോ എൻ്റെ ലിപ്സിന് വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ഒരു ക്രീമി ടെക്സ്ചർ വരുന്ന ലിപ്സ്റ്റിക് ആണ് സിസ് ബ്യൂട്ടിയുടെ. ആൻഡ് ഷെയ്ഡ് ചിക്കി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ഇത് വന്നിട്ട് ഫേസ് സ്കാനയുടെ ബിയോണ്ട് ഷൈൻ ലിപ് ഗ്ലോസ് ആണ്. അപ്പോൾ 2 കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ലിപ്സിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ലിപ് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഡാർക്ക് പിങ്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ലിപ് ഗ്ലോസ് നമുക്ക് ഇതിൻ്റെ മേലെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിപ് ഗ്ലോസ് മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിന് കുറച്ചും കൂടി ഒരു ന്യൂഡ് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുറച്ച് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഒരു പൊട്ട് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. നമുക്കൊന്ന് ഹെയർ സ്റ്റൈൽ കൂടി ഒന്ന് ചെയ്തേക്കാം ക്വിക്കായിട്ട്. ഓക്കെ, ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് ഒരു കുട്ടി പൊട്ടും പിന്നെ ഈ കുഞ്ഞ് സ്റ്റെഡും കൂടി വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് കണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ബ്ലഷ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബ്ലഷ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ബ്ലഷിന് പകരം നിങ്ങൾക്ക് ലിപ് ടിൻറ്റ് അല്ലെങ്കിൽ ചീക്ക് ടിൻറ്റ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അത് യൂസ് ചെയ്താൽ മതി. വളരെ ബേസിക് ആയിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ആയിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് കോളേജ് സ്റ്റുഡൻസിനും സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ ആൻഡ് ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹെവി ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, കൺസീലർ, ഐ ഷാഡോ ഇതൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഒരു 10 മിനിറ്റിലുള്ള അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇതെല്ലാം റെഡി ആയിട്ട് പോകാവുന്നതാണ് കേട്ടോ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ലുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ, കൺസീലർ, BB ക്രീം ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ.
അപ്പോൾ ഗൈസ്, ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.